സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. മറ്റന്നാൾ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണത്തിനിടെ വൻ വിള്ളൽ. മണ്ണിടിച്ചിൽ ഭീതിയിൽ പ്രദേശവാസികൾ. പഴയ മൂന്നാർ CSI പള്ളിയും വൈദിക മന്ദിരവും അപകടാവസ്ഥയിൽ. ജാഗ്രതാ നിർദ്ദേശം നൽകി റവന്യൂ അധികൃതർ. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികളടക്കമുള്ളവർ ചേർന്ന് പീഡിപ്പിച്ചു. സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം 10 പേർ. 6 പേർ പോലീസ് കസ്റ്റഡിയിൽ. സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ കടുത്ത നീക്കത്തിൽ പ്രതിപക്ഷം. കരാർ ലംഘനം ദേശീയ സുരക്ഷയ്ക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്ത്. സർക്കാരിന് വ്യക്തമായ മറുപടിയില്ലെന്നും ഗൂഢാലോചന നടന്നതായും ആരോപണം. കരാർ ലംഘിച്ചിട്ടില്ലെന്ന് അദാനി പോർട്സ്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ PFI ആയുധ പരിശീലകൻ അയൂബ് NIA കോടതിയിൽ കീഴടങ്ങി. ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് അയൂബ് എന്ന സംശയം. എടവനക്കാട് വീട്ടിലെ റെയ്ഡിൽ ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ്. താരസംഘടനയിൽ വിഴുപ്പലക്കൽ തുടരുന്നു. ശ്വേതാ മേനോനെതിരെ ഒരു വിഭാഗം നടിമാർ. ഭരണസമിതിയുടെ രാജി സാമ്പത്തിക ക്രമക്കേട് മൂലമെന്ന് അൻസിബ ഹസൻ. പേഴ്സണൽ ഓഡിയോ പുറത്തുവിട്ടത് കുറ്റകൃത്യമെന്ന് ഉഷ ഹസീന. വർഗീയവാദികളല്ല ഭരിക്കേണ്ടതെന്ന് മാലാ പാർവതി. അയോധ്യ കൊള്ളയിൽ അറസ്റ്റിലായവർ പണം മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്. കെട്ടുകണക്കിന് നോട്ടുകൾ ചാക്കുകളിലും വസ്ത്രങ്ങൾക്കുള്ളിലും ഒളിപ്പിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അനിൽ മിശ്രയ്ക്ക് പരമാധികാരം നൽകിയിരുന്നുവെന്നും അന്വേഷണ സംഘം. ട്രസ്റ്റിന്റെ കഴിഞ്ഞ 5 വർഷത്തെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ തീരുമാനം. ടെലഗ്രാം ആപ്പിന് വീണ്ടും മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. സിനിമകളുടെ വ്യാജ പതിപ്പുകൾക്കെതിരെ അടിയന്തര നടപടിയെടുക്കും. 15 ദിവസത്തിനകം എന്ത് നടപടിയെടുത്തെന്ന് വ്യക്തമാക്കണം. കുട്ടികളുടെ ലൈംഗിക പീഡന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് മെറ്റയ്ക്കും നോട്ടീസ്. കേപ്പ് വെർഡേക്ക് മുന്നിൽ വിറച്ച് അർജന്റീന. ലോക ചാമ്പ്യന്മാർ രക്ഷപ്പെട്ടത് 2-നെതിരെ 3 ഗോളുകൾക്ക്. ജയം എക്സ്ട്രാ ടൈം. പ്രീ ക്വാർട്ടറിൽ ഈജിപ്ത് എതിരാളി. ഓസ്ട്രേലിയ ഈജിപ്ത് മറികടന്നത് പെനൽറ്റി ഷൂട്ടൌട്ടിൽ.